ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 18ാം സീസണിൽ വിജയക്കുതിപ്പ് തുടർന്നിരിക്കുകയാണ് ഡൽഹി ക്യാപിറ്റൽസ്. RCBയുടെ 6 വിക്കറ്റിനാണ് ഡൽഹി പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത RCB 7 വിക്കറ്റിന് 163 റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ ഡൽഹി 13 പന്തും 6 വിക്കറ്റും ബാക്കിയായി ജയിക്കുകയായിരുന്നു. റൺസ് ഒഴുകുന്ന ബാംഗ്ലൂരുവിനെ പിച്ചിൽ ബൗളർമാരുടെ ആധിപത്യമാണ് കാണാൻ സാധിച്ചത്. എന്നാൽ ഡൽഹിയെ വിജയത്തിലെത്തിച്ചത് KL രാഹുലിന്റെ തകർപ്പൻ ബാറ്റിംഗ് പ്രകടനമാണ്. 164 റൺസ് വിജയലക്ഷ്യം പിന്തുടരാനിറങ്ങിയ ഡൽഹിക്ക് 58 റൺസിനിടെ 4 വിക്കറ്റാണ് നഷ്ടമായത്. പ്രതീക്ഷിച്ച വേഗത്തിൽ റൺസ് ഉയർത്താനും ഡൽഹിക്ക് സാധിച്ചില്ല. ഇടയ്ക്ക് മഴയും ചാറിയതോടെ ഡൽഹി വലിയ ആശങ്കയിലായി. പക്ഷേ നങ്കൂരമിട്ട് ഡൽഹിയെ രാഹുൽ വിജയത്തിലേക്ക് കൈപിടിക്കുകയായിരുന്നു. 53 പന്ത് നേരിട്ട് 7 4ഉം 6 6ഉം ഉൾപ്പെടെ 93 റൺസോടെയാണ് രാഹുൽ പുറത്താവാതെ നിലനിന്നത്. RCBയുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റുന്ന പ്രകടനമായിരുന്നു അത്. രാഹുലിന്റെ തകർപ്പൻ പ്രകടനം ഡൽഹിക്കും വലിയ ആത്മവിശ്വാസം നൽകി കഴിഞ്ഞു. ഇപ്പോഴിതാ RCBക്കെതിരെ ഇത്തരമൊരു മികച്ച പ്രകടനം നടത്താൻ സാധിച്ചത് എങ്ങനെയാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് KL രാഹുൽ. കർണാടകക്കാരനായ ബാറ്റ്സ്മാനാണ് KL രാഹുൽ. മുൻ RCB താരം കൂടിയായ രാഹുലിനെ സംബന്ധിച്ച് ചിന്നസ്വാമി സ്റ്റേഡിയം ഹോം ഗ്രൗണ്ടാണ്. വലിയ അനുഭവ സമ്പത്ത് ഈ ഗ്രൗണ്ടിൽ രാഹുലിനുണ്ട്. ഇത് ഗുണം ചെയ്തുവെന്നാണ് മത്സരശേഷം രാഹുൽ തന്നെ തുറന്നു പറയുന്നത്. ഇതെൻ്റെ ഗ്രൗണ്ടാണ്, ഇതെൻ്റെ വീടാണ്. മറ്റാരേക്കാളും ഇവിടുത്തെ സാഹചര്യം എനിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഇവിടെ കളിക്കുന്നത് ഞാൻ വളരെയധികം ആസ്വദിക്കുന്നുണ്ട്. ഇത് അല്പം പ്രയാസമുള്ള വിക്കറ്റായിരുന്നു. എന്നാൽ വിക്കറ്റ് കീപ്പറായി 20 ഓവർ നിന്നതോടെ വിക്കറ്റിൻ്റെ സ്വഭാവം കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചു. വിക്കറ്റ് കീപ്പറായി നിന്നപ്പോൾ പന്തിൻ്റെ ദിശ എങ്ങോട്ടാണെന്നും സ്വിംഗ് എങ്ങോട്ടാണെന്നും മനസ്സിലാക്കാൻ സാധിച്ചു. ഇത് ബാറ്റിങ്ങിൽ വളരെയധികം സഹായിച്ചുവെന്നും രാഹുൽ പറയുന്നു. പിച്ചിൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കി കളിക്കാൻ രാഹുലിന് സാധിച്ചു. പൊതുവെ ബാറ്റിംഗ് അനുകൂലമായാണ് ബാംഗ്ലൂരുവിലെ പിച്ച്. എന്നാൽ ഇത്തവണ ബോളർമാർക്കാണ് മുൻതൂക്കം ലഭിച്ചത്. എന്നാൽ ഈ ഘട്ടത്തിലും നന്നായി ബാറ്റ് ചെയ്യാൻ രാഹുലിന് സാധിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഡൽഹിയുടെ ടോപ്പ് ഓർഡർ തകർന്നടിഞ്ഞ ശേഷം ഇത്തരമൊരു തിരിച്ചുവരവ് വളരെ പ്രയാസമായിരുന്നു. എന്നാലും വളരെ മികച്ച വിജയം തന്നെ ഡൽഹി സ്വന്തമാക്കി, അതും RCBക്കെതിരെയായി.